ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീല ജയൻ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഇന്നലെ മെനഞ്ഞാന്നൊക്കെ അവധിയായിരുന്നു. ഇന്നലെ ഞാൻ എൻ്റെ ഒരു കൊച്ചു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. ലുലു മാളിലേക്കായിരുന്നു യാത്ര. നമ്മുടെ കൊട്ടിയത്ത് ഒരു പുതിയ ലുലു ഡെയിലി വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് വെച്ച് പിടിക്കുന്നത്, വല്ല അവധി ദിവസമൊക്കെ കിട്ടിയ. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ അവിടെ ആളൊന്നും ഇല്ലായിരുന്നു. കാരണം ഈ ഓഫർ എന്ന് പറയുന്ന സമയം വരുമ്പോഴേ ഉള്ളൂ തിക്കും തിരക്കും ബഹളവും ആകപ്പാടെ ആളുകൾ എല്ലാം കൂടെ ഇടിച്ചു കയറുന്നത്. കാരണം ഞാൻ പോയതൊരു ഉച്ചയ്ക്ക് മുമ്പായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ അടുക്കള പണിയൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ആ സമയത്താണ് പോയി അവിടെ ഒക്കെ ഒന്ന് കുറച്ച് നേരം കണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു റിലേറ്റീവും കൂടാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെയൊക്കെ നടന്ന് കണ്ട് കുറച്ച് നേരം അതിൻ്റെ മുമ്പിലിരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നല്ല ഒരു താലിയും മീൽ കിട്ടുന്നൊരു കടയുണ്ട്. എല്ലാവരും ഒന്ന് ലുലു മാളിൽ പോകുമ്പം ഒന്ന് കഴിച്ച് നോക്കണം. ബ്രൈറ്റ് എന്നാണ്, വർഷങ്ങൾക്ക് എത്രയെങ്കിലും കൊല്ലമായിട്ടുള്ളൊരു പഴയ ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളിയാണ്. താലി മീൽ അതാണ്, കിടിലമായിരുന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ട റിലേറ്റീവ്, എൻ്റെ ഏതാണ്ട് സെയിം ഏജിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങൾ രണ്ടും കൂടെ ആണ് പോയത്. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ അവിടുന്ന് ഫുഡും എല്ലാം കഴിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് അങ്ങ് പോയി. കുറേ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അതിനകത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കുറേ ഉണ്ട്, കറങ്ങി നടന്ന് കാണാനും ഒക്കെ ഉണ്ട്. ഇരിക്കാനൊന്നും പറ്റത്തില്ല, അതിനകത്ത് സൗകര്യമില്ല. കിടിലം ഫുഡുകളൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് വാങ്ങിച്ച് അവിടെ അങ്ങ് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യമില്ല. അതാണ് ഒരു കുഴപ്പം. ലുലു ഡെയിലി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു ദോഷം അതാണ്. ഫുഡ് കഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും ആളും എല്ലാം കാണും. അങ്ങനെ അതൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നമ്മുടെ ഒരു കൊച്ചു ഐലൻഡ് ഉണ്ട്, അവിടെ പോയൊരു വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ആഗ്രഹം. പക്ഷേ ബസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. സൺഡേ ആയിട്ട് നമുക്ക് ഒരിടത്തും പോകാൻ വലിയ പാടാണ്. അല്ലെങ്കിൽ ഈ ഹൈവേ വഴിയുള്ള യാത്രയാണെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴും ബസ്സൊക്കെ കിട്ടും. മോനാണെങ്കിൽ വന്നില്ല, അവനും ഒരിടത്ത് പോകണമായിരുന്നു. അങ്ങനെ അത് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അങ്ങനെ എൻ്റെ വീഡിയോ ഇടിയിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ് എനിക്കും ഇപ്പോൾ അങ്ങ് ഇതായി. നമ്മൾ വിചാരിച്ച കണക്കൊന്നും വന്നില്ല. അത് കാരണം എനിക്കങ്ങ് മനസ്സിന് വിഷമമൊന്നുമില്ല, എന്നാലും മനസ്സങ്ങ് മടിച്ച് വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളൊരു ചിന്ത വന്നത് കാരണം ഞാൻ അങ്ങ് ഉഴപ്പി വിടുകയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എനിക്ക് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി. നമ്മുടെ വരുന്ന വഴിക്ക്, കൊട്ടിയത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കിടക്കുന്ന റോഡിൻ്റെ അവസ്ഥ, ചാത്തന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള റോഡിൻ്റെ അവസ്ഥ, എല്ലായിടത്തും റോഡിൻ്റെ ഒരു പോക്ക് എന്താണെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. അങ്ങ് മധ്യത്തൂടെ പൊക്കത്തിൽ ഒരു റോഡിങ്ങനെ പോകുന്നു. പിന്നെ സർവീസ് റോഡായിട്ട് അപ്പുറവും ഇപ്പുറവും രണ്ട് റോഡുകൾ പോകുന്നു. അപ്പുറത്ത് ഉള്ള നമ്മുടെ ഒരു അയൽക്കാരെ നമുക്ക് ഇപ്പുറത്ത് വന്ന് കാണണമെങ്കിൽ കറങ്ങി തിരിഞ്ഞ് 2 കിലോമീറ്ററെങ്കിലും ചുറ്റി തിരിഞ്ഞ് വരണം. കടകളാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ റോഡ് സിസ്റ്റത്തിൻ്റെ സംവിധാനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കൂട്ടുകാരെ ഈ പറയുന്നത്. അങ്ങനെ അപ്പുറത്തെ വീട്ടിലവരെ കാണുന്ന ഇപ്പുറത്തൂടെ വന്ന് 2 കിലോമീറ്ററെങ്കിലും കറങ്ങി ചുറ്റി തിരിഞ്ഞ് വരണം. അത് എന്തൊക്കെയോ പോലെ, പിന്നെ വലിയ ജയിൽ പോലെയാണ് ഈ റോഡിൻ്റെ ഈ മതിൽ എന്ന് പറയുന്നത്. അത് അങ്ങ് ഇത്രയും ഉയരത്തിലുള്ള സംഭവം അങ്ങ് അപ്പുറത്ത് എന്തൊക്കെയോ പോലെയാണ് റോഡ് നമുക്കിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കടകളിലൊക്കെയാണ് മിക്ക കടകളും അടച്ചിട്ടിരിക്കുകയാണ്, കച്ചവടവും കുറവായിരിക്കും. റോഡിൽ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിലല്ലേ കച്ചവടമൊക്കെ പൊടി പിടിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ, റോഡിൻ്റെ അവസ്ഥ ഇനി കുറേ നാൾ ഇനിയും പിടിക്കുമായിരിക്കും. അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള സിസ്റ്റമായി വരാൻ. നമുക്ക് ഭയങ്കര പൊടിയും
അവിടെ അങ്ങ് നിൽക്കാൻ പോലും ഒക്കത്തില്ല, ഒരു വെയിലും. എന്തോരം മരങ്ങളാണ് മുറിച്ച് മാറ്റപ്പെട്ടത്. ഇതൊക്കെ കണ്ട് കണ്ട് ഞാൻ ഇനി വന്നു. അതായിരുന്നു ഇന്നലത്തെ വിശേഷം. ഇന്ന് ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നിരുന്ന് ചോറൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്നലത്തെ ഈ റോഡിൻ്റെ വിശേഷമാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമ്മളെ നാട് ഏത്, സ്ഥലം ഏത്, എങ്ങോട്ട് പോകണം, ഇതൊന്നും ഇപ്പോൾ ഒരു പിടിയുമില്ല. അവിടെ ചെല്ലുമ്പോൾ ഇത് കൊട്ടിയാണോ, നമ്മൾ ഒരു 10 വട്ടം നോക്കണം. പാരിപ്പള്ളിയാണോ 5-6 വട്ടം നോക്കണം. ഇങ്ങനെയാണ് അവസ്ഥ. എങ്ങോട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് റോഡിൻ്റെ സ്ഥിതിഗതികൾ. ഇതൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ. വേറെ ഒന്നുമില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഞാൻ വീഡിയോസൊന്നും ഇപ്പോൾ അങ്ങനെ ഇടാറില്ല. എനിക്ക് തന്നെ അങ്ങ് മടുത്ത്. കാരണം അത്ര ആരും കാണുന്നതൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. അത് കാരണം എനിക്ക് മടിയാണ് ഇപ്പോൾ വീഡിയോസ് ഇടാൻ. കുറച്ച് കൂട്ടുകാരൊക്കെ കാണുന്നവർ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ചിലപ്പോൾ ഞാനൊരു ലൈവ് വരും. എല്ലാ കൂട്ടുകാരും വരണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ടാറ്റാ.